നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ആയുർവേദത്തിൽ എന്താണ് ശിരോധാര, അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷനുകളിൽ നമുക്ക് ശിരോധാര നിർദ്ദേശിക്കാം എന്ന് നോക്കാം. ശിരോധാര പലപ്പോഴും തൈലം ഉപയോഗിച്ചും മെഡിക്കേറ്റഡ് ആയിട്ടുള്ള മോര് ഉപയോഗിച്ചിട്ടും ക്ഷീരം ഉപയോഗിച്ചിട്ടും ഘൃതം അഥവാ നെയ്യ് ഉപയോഗിച്ചിട്ടും ഒക്കെ നമുക്ക് ശിരോധാര ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ രോഗിയുടെ അവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ ശിരോധാര ഏത് ദ്രവ്യം ഉപയോഗിച്ച് ചെയ്യുന്നു എന്നുള്ളത് വ്യത്യാസപ്പെട്ടിരിക്കും. പലപ്പോഴും മെഡിക്കേറ്റഡ് ആയിട്ടുള്ള മോര് ഉപയോഗിച്ചിട്ട് ശിരസിൽ ധാര ചെയ്യുന്നതിനെയാണ് തക്രധാര എന്ന് പറയുന്നത്. തക്രധാര പ്രധാനമായിട്ടും നമ്മൾ ഇൻസോംനിയ അഥവാ ഉറക്കക്കുറവ്, ഹൈപ്പർ ടെൻഷൻ, സ്കാൽപ്പൽ സോറിയാസിസ് തുടങ്ങിയ കണ്ടീഷനുകളിലാണ് കൂടുതലായിട്ട് നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കൈകാലുകളിൽ വരുന്ന കുത്തിയുള്ള വേദനയിലും തക്രധാര വളരെ എഫക്റ്റീവായിട്ട് കാണുന്നു. അതേപോലെ തൈലധാര, തൈലം ഉപയോഗിച്ചിട്ട് ശിരസിൽ ഇടമുറിയാതെ ധാര ചെയ്യുന്നതിനെയാണ് തൈലധാര എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും കുറച്ചുകൂടെ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്, അതായത് ഫേഷ്യൽ പാരാലിസിസ്, ഹെമിപ്ലീജിയ തുടങ്ങിയ കണ്ടീഷനുകളിലാണ് കൊടുത്തു വരുന്നത്. ക്ഷീരം ഉപയോഗിച്ചിട്ട് ശിരസിൽ ധാര ചെയ്യുന്നതിനെയാണ് ക്ഷീരധാര. ഇത് പലപ്പോഴും ഉന്മാദം, അപസ്മാരം പോലുള്ള കണ്ടീഷനുകളിലാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത്. ഘൃതം അഥവാ നെയ്യ് ഉപയോഗിച്ചിട്ടും ധാര ചെയ്യാവുന്നതാണ്. അത് പലപ്പോഴും സെറിബ്രൽ പാൽസി, അതേപോലെ ബ്രെയിൻ ഡീജനറേഷൻ പോലുള്ള കണ്ടീഷനുകളിലാണ് ചെയ്തു വരുന്നത്.